ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ ചിക്കൻ കറി ഉണ്ടാക്കാം. അതിനായിട്ട് സ്പെഷ്യലായിട്ടൊന്നുമില്ല. നമ്മൾ എന്നും ചെയ്യുന്നത് പോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ മല്ലിയില, ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ആക്കിയിട്ട് അത് കുറച്ച് നേരം നമുക്ക് അത് അടച്ച് വെക്കാം. അപ്പോൾ അത് അവിടെ ഇരുന്നാകുമ്പോഴത്തേക്ക് നമുക്കൊരു കുക്കറിനകത്ത് കുറച്ച് ഉലുവ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം ഇട്ടതിന് ശേഷം 4 മുളക് മുറിച്ചത്, തക്കാളി, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് മിക്സാക്കിയതിന് ശേഷം ചെറിയുള്ളി പിന്നെ സവാളയും കൂടെ ഇട്ട് കുറച്ച് അതിനാവശ്യമായ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത് വഴണ്ട് വരുമ്പോഴത്തേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് നമ്മൾ മിക്സാക്കി അതൊന്ന് നല്ല പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും കുറച്ച് മസാലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് യോജിപ്പിക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് അതിനകത്തിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മസാലയൊക്കെ അതിൽ പിടിക്കുമ്പോൾ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ച് കുറച്ച് മസാലയും കൂടെ അതിൻ്റെ മേലിൽ കുറച്ച് തൂകി നമുക്കത് അടച്ച് ഒരു 2 ഫിസിൽ കേൾപ്പിക്കാനായിട്ട് നമുക്ക് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതൊന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കരിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ അതിന് മുകളിലേക്ക് ഇട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കണം. എന്നിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് നമ്മൾ കൂട്ടാൻ വെച്ച കിഴങ്ങും നമ്മുടെ ആ ചിക്കൻ കറിയും കൂടി ചേർത്ത് നമുക്ക് കഴിക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ഇതിൽ ഇത്ര പ്രത്യേകതയെന്ന്. അതെ, ഇതിൽ പ്രത്യേകതയൊന്നുമില്ല, അതാണല്ലോ ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.